ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ച ഒരു കുടുംബം റഹീമിൻ്റേത് തന്നെയാണ്. കാരണം മറ്റു കുടുംബങ്ങൾക്ക് നഷ്ടം സംഭവിച്ചിട്ടില്ല എന്നല്ല വ്യക്തമാക്കുന്നത്, മറിച്ച് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പുകഞ്ഞു തീരുന്ന ജീവിതമായി മാറിയ രണ്ട് വ്യക്തികളാണ് ഈ അഫാൻ എന്ന് പറയുന്ന കൂട്ടക്കൊലയുടെ ഒന്നാം പ്രതിയുടെ പിതാവായ റഹീമും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷെമിയും. ഷെമി ഇപ്പോൾ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ആശുപത്രിയിൽ ശാരീരികവും മാനസികവും ആയ ചികിത്സയ്ക്ക് വേണ്ടി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. റഹീം ഇപ്പോഴും ആ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ഇതേ ആശുപത്രിയിൽ പകൽ മുഴുവൻ ചിലവിടുകയുമാണ്. ഭാര്യയെ പരിചരിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം അവിടെ പകൽ മുഴുവൻ പൂർണ്ണമായും ഇരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയ വീട്ടിലേക്ക് പോകാൻ കഴിയുന്നില്ല. ബന്ധുക്കൾ സഹായിക്കുന്നുണ്ടെങ്കിലും അവിടെ കൂടുതൽ നാൾ തുടരാൻ അദ്ദേഹത്തിനും വലിയ താല്പര്യവും ഇല്ല. പക്ഷേ എങ്ങോട്ട് പോകും എന്നുള്ള ഒരു അവസ്ഥ റഹീം അഭിമുഖീകരിക്കുന്നുണ്ട്. റഹീമിൻ്റെ ഇളയ മകൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അവനും ഈ കൊലപാതകത്തിൻ്റെ ഒരു ഇരയായിരുന്നു. ഈ കുടുംബത്തിന് ഈ കൊലപാതകം നടന്നതിനെ തുടർന്ന് ധാരാളം അധിക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. നിരവധി വിമർശനങ്ങളാണ് ഈ കുടുംബത്തിന് നേരെ വന്നത്. റഹീം ഒഴികെയുള്ള എല്ലാ വ്യക്തികളെ സംബന്ധിച്ചും അഫ്വാൻ എന്ന് പറഞ്ഞ മരണപ്പെട്ട കുട്ടിയെ ഒഴികെയുള്ള മറ്റ് രണ്ട് പേർ, പ്രധാനമായും റഹീമിൻ്റെ ഭാര്യയായ ഷെമിയെയും കൊലപാതകി ആയ അഫാനെയും സംബന്ധിച്ച് നിരവധി ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഷെമി എന്ന് പറയുന്ന തൻ്റെ ഭാര്യയെക്കുറിച്ച് പലപ്പോഴും യാതൊരു വാസ്തവങ്ങളുമില്ലാത്ത പല ആരോപണങ്ങളും പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായും ചില യൂട്യൂബ് ചാനലുകളിൽ ഇത് സംബന്ധിച്ച് ഹാനികരമായ വാർത്തകൾ പറഞ്ഞിരുന്നു. ഈ വാർത്തകൾ ഈ കുടുംബത്തിന് വളരെയധികം മാനഹാനി ഉണ്ടാക്കിയിട്ടുള്ളതുമാണ്. അഫാൻ തീവ്രവാദിയാണ് എന്ന് വരെ പ്രധാനപ്പെട്ട ചില ചാനലുകൾ ആക്ഷേപിച്ചിരുന്നു. ഇത്തരം ആക്ഷേപങ്ങൾക്ക് അടിസ്ഥാനമൊന്നുമില്ല എന്ന് ഇതുവരെയുള്ള പോലീസ് അന്വേഷണത്തിൽ വ്യക്തവുമാണ്. സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ചെയ്തു കൂട്ടിയ കൊലകളാണ് നടന്നത്. വൈരാഗ്യത്തിൻ്റെ പേരിലും മറ്റ് കടക്കാരെ അഭിമുഖീകരിക്കുന്നതിലുള്ള വൈമുഖ്യം കാരണവും അഫാൻ ഈ കൊലകൾക്കെല്ലാം മുന്നിൽ നിന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് ചില നിരപരാധികളും പെട്ടുപോയി എന്നുള്ളത് മനസാക്ഷി ഉള്ളവരെയെല്ലാം വേദനിപ്പിക്കുന്നതാണ്. അത് അഫാനിൽ നിന്നും ഉണ്ടായ ഏറ്റവും കൊടും പാതകങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരുന്നു. പക്ഷേ തുടക്കം മുതൽ തന്നെ അഫാന് തീവ്രവാദികളുടെ പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്നും തീവ്രവാദ ബന്ധം ഉണ്ടെന്നും രാത്രികാല യാത്രകളൊക്കെ തന്നെ അതിൻ്റെ പശ്ചാത്തലത്തിൽ ആയിരുന്നു എന്നും ചില ചാനലുകൾ പറഞ്ഞു വച്ചു. ഈ ചാനലുകളുടെ പേരെടുത്ത് പറയുന്നില്ല. പക്ഷേ ചില ചാനലുകൾക്കെതിരെ ഇപ്പോൾ കുടുംബം നിയമ നടപടിക്കൊരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. 6 ചാനലുകൾക്കെതിരെയാണ് ഇപ്പോൾ ഈ കുടുംബം നിയമ നടപടികൾക്ക് വേണ്ടി തുനിഞ്ഞിട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട ചില ചാനലുകളും ഉണ്ട് എന്നും പറയാതെ വയ്യ. അഫാന് തീവ്രവാദം ഉണ്ട്, തീവ്രവാദി ആണ്, തീവ്രവാദ പരിശീലനം ലഭിച്ചിട്ടുണ്ട് എന്നു പറയുന്ന വാദഗതികൾക്ക് അടിസ്ഥാനം ഒന്നും ഇല്ലാതെയാണ് ആക്ഷേപം ഈ ചാനലുകൾ ഉന്നയിച്ചതെന്ന് കുടുംബം പറയുന്നു. കുടുംബത്തിൻ്റെ ഈ ആക്ഷേപത്തിൽ ഷെമിയെ പരിഹസിച്ചതും ഷെമിയെ ആക്ഷേപിച്ചതും ഒക്കെ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട്. അബോധാവസ്ഥയിലായിരുന്ന ഷെമി പലപ്പോഴും ചില കാര്യങ്ങളെങ്കിലും തന്നെ ആദ്യം കൊലപ്പെടുത്താൻ
തുനിഞ്ഞത് മകൻ ആണ് എന്ന് പറയാതെ കട്ടിലിൽ നിന്നും വീണു എന്നാണ് ഷെമി പറഞ്ഞത്. ഇതാണ് ഷെമിക്കെതിരെയുള്ള പ്രധാന ആക്ഷേപങ്ങളുടെ കാരണവും. പക്ഷേ ഒരു അമ്മ മകനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി സ്വാഭാവികമായും പറയുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് പലരും വിസ്മരിച്ചു എന്നുള്ളതും പറയാതെ വയ്യ. ഷെമി മനഃപൂർവ്വം ഇത് പറഞ്ഞതാണോ അല്ലയോ എന്നുള്ളതിന് നമ്മൾ അവർ പിന്നീട് പറഞ്ഞതിനെ കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാകുന്നതാണ്. പിന്നീട് ഷെമി കൃത്യമായും മകൻ തന്നെയാണ് തന്നെ ഈ പരിക്കേൽപ്പിച്ചത് എന്ന് പറയുക തന്നെ ചെയ്തു. പക്ഷേ അവർ അത്തരത്തിലുള്ളൊരു പൂർണ്ണ ബോധാവസ്ഥയിലേക്ക് വന്നതിന് ശേഷമാണ് ഇതെല്ലാം അവർ പറഞ്ഞതും. ആദ്യം മകനെ ന്യായീകരിച്ചത് തന്നെ പരിക്കേൽപ്പിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമായിരുന്നു. മറ്റ് കൊലപാതകങ്ങൾ ആ സ്ത്രീ അറിഞ്ഞിരുന്നില്ല. എന്നാൽ പൂർണ്ണ ബോധം വന്നതിന് ശേഷം മറ്റ് കൊലപാതകങ്ങളെക്കുറിച്ച് ഭർത്താവ് തന്നെ ഭാര്യയോട് തുറന്ന് പറയുകയും ഭാര്യയ്ക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്തു. അതോടെ ബോധാവസ്ഥയിൽ എത്തിയ ഷെമി അഫാൻ തന്നെയാണ് ബാക്കി കാര്യങ്ങൾ എല്ലാം നടത്തിയിരിക്കാൻ സാധ്യത എന്നുള്ളതും ഷെമി പറഞ്ഞു. അങ്ങനെ ആണെങ്കിൽ ഷെമി ഈ അഫാനെ ചേർത്തു പിടിച്ചു എന്നുള്ള ആക്ഷേപത്തിന് കഴമ്പില്ലാതെ വരും. അഫാൻ്റെ അന്നത്തെ പ്രവൃത്തികളെല്ലാം തന്നെ ഓർത്തെടുത്ത് ഷെമി പറയുകയുണ്ടായി. അന്ന് രാവിലെ സാമ്പത്തികപരമായ കടബാധ്യത തീർക്കുന്നതിന് വേണ്ടി വീട്ടിലേക്ക് ചില ആളുകൾ വരുന്നുണ്ടെന്നും അതിൻ്റെ ഒരു സമ്മർദ്ദം അഫാന് ഉണ്ടായിരുന്നെന്നും ഷെമി പറയുന്നുണ്ട്. ഈ ദിവസം തുടങ്ങുമ്പോൾ ഇളയ മകനെ സ്കൂളിലേക്ക് വിടാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ താൻ അവിടെ ഉണ്ടാക്കി വച്ചിരുന്ന ചായ എടുത്ത് കുടിച്ചു എന്നും അതിനുശേഷം നല്ല തരത്തിലായിരുന്നില്ല തൻ്റെ ശാരീരിക അവസ്ഥ എന്നും ചെറിയ മയക്കം ഉണ്ടായി എന്നും ഷെമി പറയുന്നുണ്ട്. അതോടുകൂടി പല കാര്യങ്ങളും അവർക്ക് ശരിക്കും ഓർമ്മയില്ലാത്ത സ്ഥിതിയിലേക്ക് പോയി. പോലീസ് എത്തി വീട് പൊളിച്ച് അകത്ത് കയറുമ്പോഴാണ് അവർ പിന്നീട് ബോധത്തിലേക്ക് മടങ്ങി വരുന്നത്. അതിനിടയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് വ്യക്തതയില്ല. സ്വപ്നത്തിൽ എന്നതുപോലെ അഫാൻ തൻ്റെ കഴുത്തിൽ ഷാൾ മുറുക്കുന്നതായി തോന്നി എന്നും അവർ പറയുന്നുണ്ട്. അഫാൻ തൻ്റെ മകനല്ലാത്ത നിലയിലേക്ക് മാറി എന്ന് ഷെമി ഇപ്പോൾ ആണയിട്ട് പറയുന്നു. 2 മക്കളും നഷ്ടപ്പെട്ട ഒരു മാതാവാണ് താൻ എന്ന് ഷെമി ഇപ്പോൾ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ തരത്തിലുള്ള ഒരു അവസ്ഥയുള്ള സ്ത്രീയെയും പലപ്പോഴും ഈ ചില ചാനലുകൾ ആക്ഷേപിച്ചു എന്നാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. ഷെമിയെക്കുറിച്ചിട്ടുള്ള മറ്റ് ആക്ഷേപങ്ങൾ ആർഭാട ജീവിതം നയിച്ചു എന്നും മകനെ പ്രോത്സാഹിപ്പിച്ചു എന്നും ഒക്കെ ഉള്ളതാണ്. ആർഭാട ജീവിതത്തിലേക്ക് മകനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മാതാവാണ് ഷെമി എന്ന തരത്തിലും ചില വാർത്തകൾ ഒക്കെ വന്നിരുന്നു. എന്തായാലും ഷെമിയുടെ കുടുംബത്തിനെതിരെ ആക്ഷേപങ്ങൾ പറഞ്ഞു എന്ന കാരണത്താൽ ചില ചാനലുകൾക്കെതിരെയുള്ള നിയമ നടപടി തന്നെയാണ് കുടുംബം തുടങ്ങി വച്ചിട്ടുള്ളത്. ആദ്യം 4 ചാനലുകൾക്കെതിരെ ആയിരുന്നു. പിന്നീട് 2 ചാനലുകളെ കൂടി ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ ഈ കുടുംബം നിയമപരമായ നടപടികൾക്കായി മുന്നോട്ട് പോകുന്നത് എന്ന് അറിയുന്നു.